എന്റെ പ്രിയ കുഞ്ഞെ, അങ്ങേയറ്റത്തെ ശ്രദ്ധയോടെ നീ ഇത് കേൾക്കുക. ഈ നിമിഷത്തിൽ നിന്ന് നീ പിന്തിരിയരുത്. കാരണം നിനക്കിപ്പോൾ തോന്നുന്നത് വെറുമൊരു വികാരമല്ല, മറിച്ച് അതൊരു വഴികാട്ടിയാണ്. അത്ഭുതങ്ങൾ ഒരിക്കലും സമൃദ്ധിയിൽ നിന്നല്ല തുടങ്ങിയത്. അവ തുടങ്ങിയത് നിന്റെ മനസ്സിൽ നിന്നാണ്. ആ ഒരു മനസ്സാണ് ഇപ്പോൾ എനിക്ക് നിന്നിൽ നിന്ന് വേണ്ടത്. നിന്റെ കയ്യിലുള്ളത് വളരെ ചെറുതാണെന്ന് നിനക്ക് തോന്നാം. എന്നാൽ നിന്റെ ആ കൊച്ചു കാര്യങ്ങൾ കരുണയോടെ നീ മറ്റുള്ളവർക്കായി നൽകുമ്പോൾ അവ അതിശക്തമായി മാറും. ലൂക്കാ 6:38 ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവു നിങ്ങളുടെ മടിയിൽ തരും. ഇത് വെറും സ്വീകരിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല. നിന്റെ കയ്യിലുള്ളത് നീ വിട്ടുകൊടുക്കുമ്പോൾ നീ നിന്റെ ജീവിതത്തെ തന്നെ മാറ്റുന്ന ഒരു വലിയ ദൗത്യത്തിലേക്കാണ് ചുവടുവെക്കുന്നത് എന്ന് നീ തിരിച്ചറിയണം. നീ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ എവിടെയോ ഒരു കുഞ്ഞ് ഇന്നും വിശന്നിരിക്കുന്നുണ്ടാകാം. ഒരമ്മ ആകുലതയോടെ ഇരിക്കുന്നുണ്ടാകാം. ഒരു വൃദ്ധനായ മനുഷ്യൻ ആരുടെയെങ്കിലും സഹായത്തിനായി കാത്തിരിക്കുന്നുണ്ടാകാം. അവരുടെ നിരാശയും ആശ്വാസവും തമ്മിലുള്ള ഏക വ്യത്യാസം നീ ഇന്ന് എടുക്കാൻ പോകുന്ന ആ ഒരു തീരുമാനമാണ്. ഇന്ന് ആ വ്യക്തി നീ ആയിരിക്കട്ടെ. ഈ നിമിഷത്തെ നീ അവഗണിക്കരുത്. പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് കരുതി നീ ഇത് മാറ്റിവെക്കരുത്. കാരണം വൈകും തോറും നിന്റെ ഹൃദയത്തിലെ ആവേശം മങ്ങിപ്പോകും. നിന്റെ ഹൃദയം തുറന്നിരിക്കുമ്പോൾ തന്നെ നീ പ്രവർത്തിക്കുക. നിന്റെ ചെറിയൊരു കരുണ പോലും ഒരാളുടെ മേശപ്പുറത്തെ ആഹാരമായും ഒരാളുടെ ജീവിതത്തിലെ പ്രത്യാശയായും ഒരു കുടുംബത്തിലെ സമാധാനമായും മാറും. സുഭാഷിതങ്ങൾ 19:17 പറയുന്നു: ദരിദ്രനോട് കരുണ കാണിക്കുന്നവൻ കർത്താവിന് കടം കൊടുക്കുന്നു, അവിടുന്ന് അവന് പ്രതിഫലം നൽകും. നിന്റെ കരുണ ഒരിക്കലും പാഴാകില്ല എന്നു നീ ഓർക്കുക. അത് കാണപ്പെടുന്നുണ്ട്. അതിന് വലിയ വിലയുണ്ട്. നിന്റെ ജീവിതത്തിന് ഒരു അർത്ഥവും വഴികാട്ടിയും നീ എന്നോട് ചോദിക്കാറുണ്ടല്ലോ. ഇതാ നിനക്കുള്ള അടയാളം. നീ നൽകുമ്പോൾ നീ വെറുമൊരു സഹായം ചെയ്യുകയല്ല, മറിച്ച് ദൈവീകമായ ഒരു പദ്ധതിയുടെ ഭാഗമാകുകയാണ്. നീ നിത്യമായ ഒരു വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായി മാറുകയാണ്. ആമേൻ.